ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കൊച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി സൺഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. ഞായറാഴ്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരിത്. ഞാൻ ഏറ്റ പുറകിന് തന്നെ വാക്കുട്ടിന് വേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ വെക്കാനുള്ള പാലും അടുപ്പത്ത് വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ ഇഡലിയും വേവിക്കാൻ വെച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുഞ്ഞാപ്പി അമ്മ ഏറ്റു വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതേ ചേട്ടായി ഏറ്റു വന്നു കേട്ടോ. അന്നേരമാണ് ഞാൻ ഒരു കാര്യം ഓർത്ത് അടുപ്പത്ത് പാലിരിപ്പുണ്ടായിരുന്നേ. ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് പാലൊക്കെ തിളച്ച് തൂക്കി പകുതിയായി കേട്ടോ. പിന്നെ ഇനി അങ്ങ് ചായയും കൂടെ എടുത്തേക്കാന്ന് വെച്ചേ. അങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഹാളിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് ഉറക്കം തൂങ്ങുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ അവൻ വൈകിയാണ് കിടന്നുറങ്ങിയത്. അവൻ കളിയും ബഹളമായിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ അവൻ കിടന്നുറങ്ങാൻ കുറച്ച് വൈകി. കുഞ്ഞാപ്പി അവിടെ നിന്ന് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഓരോ വർത്തമാനമൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ചേട്ടായിനെ എടുത്തപ്പോഴത്തേക്ക് ചേട്ടായി പറഞ്ഞു, ഞാൻ ബനിയനൊന്നും ഇട്ടിട്ടില്ല, നീ ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ, എന്നെ വീഡിയോ എടുക്കല്ലേ, ബാക്കി വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. വാക്കുട്ടനാണെങ്കിൽ കുറേ നേരം എന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഒട്ട് ചായയും കൊടുക്കുന്നില്ല, എന്നെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള അവൻ കൺഫ്യൂഷനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ ക്യാമറയിലോട്ട് തന്നെ നോക്കുന്നുണ്ട്, കുറേ നേരമായി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതേ അവൻ ചായയിലോട്ടും നോക്കും, എന്നെ നോക്കും, ക്യാമറയിലോട്ട് നോക്കും. ഇപ്പം ചായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവനിങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ചൂടാണ് ചായക്ക്. ചായ ഞാനൊന്ന് ചൂടാറ്റിയിട്ട് വാക്കുട്ടിന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് ചായ കിട്ടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സമാധാനമായത്. ഞാൻ പിന്നെ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മുടെ റൂമിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ റൂമൊക്കെ എല്ലാം കുഞ്ഞു കുഞ്ഞു റൂമുകളാട്ടോ. സ്ഥലപരിമിതികൾ വളരെ കുറവാണ്. അപ്പം ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിക്കഴിയുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാട്ടോ. ഏത് ഡ്രസ്സ് എടുക്കണം, ഏതിടണോ എന്നുള്ള ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. ആകെപ്പാടെ 2 ജോഡി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ യൂണിഫോമാണല്ലോ ഇടേണ്ടത്. അപ്പോൾ ആകെപ്പാടെ 2 ജോഡി ഉണ്ടായിരുന്നു. അത് കാരണം അത്ര വലിയ കൺഫ്യൂഷൻ ഇല്ലായിരുന്നേ. പിന്നെ ഞാനൊരു ഗൗൺ എടുത്തു കേട്ടോ. ഇത് അമ്മയുടെ ഒരു സാരി ആയിരുന്നേ. സാരി വെട്ടി ഞാൻ ഗൗൺ അടിച്ചതാണ് കേട്ടോ. അതൊരു നെറ്റിൻ്റെ ക്ലോത്താണ്. ബാക്കി തുണി കൊണ്ട് ഞാനൊരു സ്ക്രാഫും അടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കുക കേട്ടോ. ആദ്യം ഞാൻ എടുത്തത് വാക്കുട്ടന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാട്ടോ എടുത്തത്. ഞാനൊരു ബ്ലൂ കളർ ഷർട്ടും അതിൻ്റെ ഒരു നിക്കറും. അതിൻ്റെ നിക്കറല്ല ഞാൻ എടുത്തത്, വേറൊരു ഷർട്ടിൻ്റെ നിക്കറാണ് എടുത്തത് കേട്ടോ. അതിൻ്റെയൊക്കെ നിക്കർ എവിടെയാണ് വെച്ചേക്കുന്നത് തന്നെ ആകെപ്പാടെ ഒരു വെളിവില്ല. പിന്നെ അടുത്ത ഞാൻ കുഞ്ഞാപ്പിക്കുള്ളത് എടുത്തു കേട്ടോ. എൻ്റെ ഡ്രസ്സിനോട് ചേരുന്ന ഏകദേശം ഒരു കളർ വരുന്ന ഡ്രസ്സാട്ടോ ഞാൻ അവനും എടുത്തത്. പിന്നെ ചേട്ടായിക്കുള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ. ചേട്ടായിക്കുള്ളത് എടുത്തപ്പോൾ ഏതെടുക്കണമെന്ന് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. ഏതെങ്കിലും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടായി അത് വേണ്ട, മറ്റത് മതി, വേറെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു ഓറഞ്ച് കളർ ഷർട്ട് ഞാൻ എടുത്തു കേട്ടോ. ആ ഒരു ഷർട്ട് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറ്റം പറയാനൊന്നുമില്ല, നല്ല ഷർട്ടായിരുന്നു കേട്ടോ അത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ലൈറ്റ് ബ്ലൂ വരുന്ന ഒരു ഷെയ്ഡ് വരുന്ന ഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഷർട്ടിൻ്റെ കൂടെ മുണ്ടെടുത്തിട്ടില്ല ഞാൻ, പാൻറ്റാണ് ഇടുന്നതെന്ന് ചേട്ടായി ഓൾറെഡി പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. അമ്മയാണെങ്കിൽ പിള്ളേർക്ക് ഇഡലിയും ചായയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കപ്പിൻ്റെ കുഴയാണെങ്കിൽ പൊട്ടിപ്പോയി കേട്ടോ. കുഴ മീൻസ് ആ പിടിക്കുന്ന പിടി പൊട്ടിപ്പോയി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ താഴെ വീണതാണ് കപ്പേ, അത് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. ഞാനും വാക്കുട്ടനും ചേട്ടായിയും ഇന്ന് നേരെ പോകുന്നത് മുതലക്കുടം പള്ളിയിലോട്ട് കേട്ടോ. നമ്മുടെ പള്ളി കരിമണ്ണൂരാണ്. അമ്മയും കുഞ്ഞാപ്പിയും പള്ളിയിൽ പോയി കേട്ടോ. അവരെ ചേട്ടായി കൊണ്ട് വിട്ടിട്ട് വന്നായിരുന്നേ. ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്, മുതലക്കുടത്തിനാണ് പോകുന്നത്. കുഞ്ഞാപ്പിയോട് ഞങ്ങൾ ചോദിച്ചു, കൂടെ വരുന്നുണ്ടോടാന്ന് ചോദിച്ചു കേട്ടോ. പക്ഷെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ചേട്ടായിയും റെഡിയായിട്ട് ഇറങ്ങി വന്നു കേട്ടോ. അന്നേരത്തേക്ക് മുറ്റത്തൊരു പൂച്ച വന്നു. അതിനെ വാക്കുട്ടൻ കാണിച്ചു തരും കേട്ടോ. പിന്നെ അതിനോടായി കോക്കറി കുത്തൽ. കുറച്ച് ദിവസമായി ആ പൂച്ച ഇവിടെ വരുന്നു കേട്ടോ. ഞങ്ങൾ മീൻ വെട്ടുന്നതിൻ്റെ വേസ്റ്റും ചോറും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണോ പൂച്ച സ്ഥിരം വരുന്നതെന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് കുഞ്ഞാപ്പിയും അമ്മയും മുതലക്കുടത്തിന് പോയായിരുന്നു. ഞങ്ങൾ പോയില്ലായിരുന്നു. കുറച്ച് ദിവസമായി പോകണമെന്ന് വിചാരിക്കണേ, പോക്ക് നടന്നില്ലായിരുന്നു. വാക്കുട്ടിന് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുഞ്ഞാപ്പിക്ക് അങ്ങനെയല്ല, ഇതിലെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ വരണം, അങ്ങനെ ഒരു മൈൻഡാണ് അവൻ്റെ. നമ്മളങ്ങനെ പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കുർബാന സമയം ആയതുകൊണ്ട് നിറച്ച ആൾക്കാരായിരുന്നേ. പള്ളിയുടെ ഫ്രണ്ടിലൊന്നും നിൽക്കാനും ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ മരത്തിൻ്റെ ചോട്ടിൽ വന്നിരുന്നു കേട്ടോ. ഭയങ്കര വെയിലാണ്. നമ്മൾ ഇരുന്നപ്പോൾ നല്ല തണലായിരുന്നു. പിന്നെ പതിയെ പതിയെ വെയിൽ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അമ്മയും കുഞ്ഞാപ്പിയും എത്തിയിട്ടുണ്ട്. ഒന്നിച്ചൊന്നിച്ചാട്ടോ എല്ലാവരും എത്തിയത്. അമ്മയാണെ കുഞ്ഞാപ്പിക്ക് ഒരു ജ്യൂസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 പേരും കൂടെ പപ്പാതി കുടിക്കുന്നുണ്ട്.
വാക്കുട്ടൻ പുറകിൽ നടക്കുന്നുണ്ട്. ഇച്ച എനിക്ക് കൂടെ താട്ടെ. ഇതാട്ടോ എൻ്റെ ടോപ്പ്. ഞാൻ സ്വയം തയ്ച്ച ടോപ്പല്ല, ഒരു ഗൗൺ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയും വീട്ടിനകത്തോട്ട് കയറട്ടെ. ഇനിയാണ് പരിപാടികളുടെ മേളം. ഒരുപാട് ജോലിയുണ്ട് ഇനിയും. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. വാക്കുട്ടനാണെങ്കിൽ നല്ല ചിത്താന്തം കാണിക്കുന്നുണ്ട്. ഉറക്കം വന്നിട്ടുള്ള ചിത്താന്തമാണ്. അമ്മയാണെങ്കിൽ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാട്ടോ. അമ്മയാണ് ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല രുചിയാണ്. എനിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അമ്മ റൈസ് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കതറിയില്ല. ബാക്കി എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ. ചേട്ടായി ഇവിടെ നിന്ന് സിനിമ കാണുന്നുണ്ട് കേട്ടോ. ചേട്ടായി വീട്ടിലിരിക്കുന്ന ദിവസം 2 പേർക്കും ചേട്ടായിനെ മതിയേ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതേ റെഡിയായി ഗൈസ്. കുറേ നാളായിട്ടോ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. കുറേ നാളെന്നല്ല, ഒരു 1.5 കൊല്ലത്തോളമായി നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അമ്മ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയും ഒരു ഫോട്ടോ എടുക്കാനായിട്ടിരിക്കുക പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറയാം അങ്ങോട്ട് മാറി നിൽക്കും, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിതേ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കേട്ടോ. അമ്മയാണ് കഴിച്ച് തുടങ്ങിയേ. ചേട്ടായി കുഞ്ഞാപ്പിക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവന് വേണ്ട. അവൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പിയും വാവക്കുട്ടനും കൂടെ ചോറ് കഴിച്ചായിരുന്നേ. 2 പേരും ചോറൊക്കെ കഴിച്ച് വാവക്കുട്ടൻ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിതേ ബിരിയാണിയൊക്കെ കഴിച്ച് ഏറ്റ് കേട്ടോ. ചേട്ടായി ഏറ്റ് വരുന്നതേ ഉള്ളേ. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. കുഞ്ഞാപ്പി എന്തിയെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പോണത്. വാക്കുട്ടൻ ഇതുവരെ ഏറ്റിട്ടില്ല. കുഞ്ഞാപ്പി എന്തിയെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാപ്പി മുറ്റം അടിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. ഉച്ച സമയം കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് മാത്രമേ ഇവിടെ ഉത്തരവാദിത്തമുള്ളൂ. കുഞ്ഞാപ്പി മുറ്റം അടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കയറി വരുന്നുണ്ട് കേട്ടോ റോട്ടിൽ നിന്ന്. കുഞ്ഞാപ്പി മുറ്റം അടിച്ചതേ അങ്ങ് റോഡിൽ ചെന്നു കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ്. വെയിലത്ത് പോയിരുന്ന് കൊച്ചിടന്ന് അടിക്കുന്നുണ്ട് കേട്ടോ മുറ്റം. ഞാൻ കയറി വരാൻ പറഞ്ഞു കേട്ടോ. അന്നേരം അവൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ എൻ്റെ ഒരിക്കലും ആവശ്യപ്പെടുക കേട്ടോ. അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അന്നേരമാണ് വാക്കുട്ടൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന ഒച്ച കേട്ട്. ഞാൻ പിന്നെ അകത്ത് പോയി വാക്കുട്ടനെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നേ. വാക്കുട്ടൻ അതിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ദേ ഇവിടെ ഇരിപ്പുണ്ട് ക്ഷീണിച്ച്. ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞായറാഴ്ചത്തെ കലാശക്കൊട്ടൊക്കെ ഏകദേശം ഇതോടെ അവസാനിച്ചു. നമ്മുടെ ഈ കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.